ഗുഡ് മോർണിംഗ് ആൾ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നമ്മുടെ വിന്നിംഗ് ടീം കേരളയുടെ CEO പ്രോഗ്രാം ആണ് ഇന്ന് നമുക്ക് കിട്ടുന്നത്. സോ ഞാൻ അതിനു മുമ്പായിട്ട് ഇന്ന് ഈ പ്രോഗ്രാമിൽ കയറിയ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്, നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരും ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്ക് ഒരു കോൾ ചെയ്തിട്ടോ മെസ്സേജ് അയച്ചിട്ടോ പെട്ടെന്ന് തന്നെ ഈ പ്രോഗ്രാമിൽ കയറാൻ വേണ്ടി പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും ഇന്ന് നമുക്ക് കിട്ടുക. കാരണം നമുക്ക് അത്രയും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇന്ന് നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മളോട് പറയാൻ എത്തുന്നത്. സോ യാതൊരു കാരണവശാലും ഈ പ്രോഗ്രാം നമ്മുടെ ടീമിൽ ഒരാൾ മിസ്സാവാൻ പാടില്ല. എല്ലാവരും ഉടൻ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കയറ്റുക. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ. ഓക്കെ, സോ വൺസ് അഗൈൻ എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാജാമണി എന്നാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. സോ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം CEO പ്രോഗ്രാം. എന്താണ് CEO പ്രോഗ്രാം? CEO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമുക്കറിയാം, നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ നമ്മളുടെ ഓരോ ദിവസവും നിത്യേന നമ്മൾ ഓരോ പ്രൊഡക്റ്റും കൺസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെലവുകൾ, നിത്യേന നമ്മുടെ ചെലവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു വരുമാനമില്ല. ഇവിടെ നമ്മൾ ഈ CEO പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസ്യൂമർ ആയിരിക്കുന്ന ഒരു സാധാരണക്കാരനെ എംപവർ ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾക്ക് ഈ നമ്മുടെ ചെലവിനെ വരവാക്കി മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ, നമ്മുടെ ഈ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിലൂടെ ലൈഫിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മൾക്ക് അത് ഷെയർ ചെയ്യാൻ എത്തുന്നത്. അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ദുബായിൽ നിന്നാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഷാജി മിതേൽ എന്നാണ്. അദ്ദേഹം വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ബിസിനസ് ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യാൻ, ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കിട്ടിയത് എനിക്ക് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ പ്രസന്റേഷൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ ടീം അംഗങ്ങളെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, അതിനോടുകൂടി ഞാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഷാജി മിതേൽ സാർ, പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു രാജാമണി സാർ, വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവരും പെരുന്നാളിന്റെ തിരക്കൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഗ്ലോബൽ CEO നമ്മളുടെ ലൈഫ് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുക. പുതുതായി വന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്. എൻ്റെയും ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഞാനൊരു സ്ലൈഡിന്റെ സഹായത്തോട് പറയാം. അതിലുപരി ഞാൻ ഒന്നും കൂടെ എന്നെ പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഏകദേശം 21 വർഷത്തോളമായി ഞാൻ ദുബായിലേക്ക് വന്നിട്ട്. ഫാമിലിയോടൊപ്പം ദുബായിൽ തന്നെയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്ത് 4.5 വർഷം കഴിഞ്ഞു. ഒരു എക്സ്ട്രാ വരുമാനം ആവശ്യമുണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും, പല പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മുടെ സാധനങ്ങളുടെ വില കൂടുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് അവിടെ ഒരു വരുമാനം കൂടി വരാറില്ല, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളെ ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ദുബായിൽ 21 വർഷമായി 18 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു ഞാൻ. ഫാമിലി കൂടെ ഉള്ളതുകൊണ്ട് നല്ല എക്സ്പെൻസ് ആയിരുന്നു. ഒന്നും മിച്ചം വെക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നും സ്വപ്നങ്ങളായിട്ട് നേടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ നടന്നു പോയായിരുന്നു. ആ സമയത്താണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ദുബായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പരാജയം സംഭവിച്ചു. ഒരുപാട് പൈസയും പോയി. പിന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ വരാൻ തുടങ്ങി. ഓരോ മാസങ്ങൾ കൂടുമ്പം ബാധ്യതകൾ കൂടുന്നുണ്ടായിരുന്നു.
ആ സമയത്ത് എനിക്കൊരു എക്സ്ട്രാ ഇൻകം ഇല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ യാദൃശ്ചികമായിട്ട് ഒരു പരിചയമില്ലാത്ത വ്യക്തിയിലൂടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ സാധിച്ചതും ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിന്യൂ കേട്ടപ്പോൾ ഇതെന്റെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് മനസ്സിലായി. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ബെസ്റ്റ് ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ വേൾഡ്. അത് നമ്മൾ ചെയ്യുന്നത് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടിയാണ്. ദ ടീം ഓഫ് ചാമ്പ്യൻ എന്ന് പറയും. ഇന്ത്യയിൽ തന്നെ നിരവധി കുടുംബങ്ങളിലേക്ക്, വെറും സാധാരണ കർഷകരിലേക്ക് പോലും, ഓട്ടോറിക്ഷ ഡ്രൈവറും ടാക്സി ഡ്രൈവർമാരും വീട്ടമ്മമാരിലേക്കും ലക്ഷറി ലൈഫിലേക്ക് എത്തിച്ച ഒരു ഓർഗനൈസേഷൻ, അതാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിന്റെ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി, CEO, ബി എ സ്മാർട്ട് കൺസ്യൂമർ. നമ്മളെ സ്മാർട്ട് കൺസ്യൂമർ ആക്കി മാറ്റുവാണ്. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിനടുത്തുള്ള കടകളിൽ പോയി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന 1 രൂപയുടെ വരുമാനമോ അല്ലെങ്കിൽ 1 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ടോ നമുക്ക് ഒരു കമ്പനിയോ ഒരു കച്ചവടക്കാരനോ നമുക്ക് തരാറില്ല. ഇവിടെയാണ് ഈ ഒരു സിഇഒയിലൂടെ നമ്മളൊരു സ്മാർട്ട് കൺസ്യൂമർ ആക്കി മാറ്റുകയാണ്. നമ്മുടെ ജീവിത ചെലവിനെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഈ ഒരു സ്ക്രീനിൽ നോക്കി നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വപ്നങ്ങളാണ് ഇവിടെയും കാണിക്കുന്നത്. എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് നല്ലൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ആ ഒരു ജോലി ഇന്ന് കിട്ടുന്ന നമ്മൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാവർക്കും നേടാൻ സാധിക്കാറുണ്ടോ? വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ട്രഗിൾ ലൈഫിലായിരിക്കും ഒരു 80% ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലുള്ള ഒരു സ്വപ്ന വീട് വെക്കാൻ, ഇപ്പം ചിലർ കാണുന്ന പോലത്തെ ഒരു നല്ലൊരു സ്വപ്ന വീട് വെക്കാൻ ഇന്നത്തെ ശമ്പളത്തിൽ നമുക്ക് സാധിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടോ EMI അടച്ചുകൊണ്ടായിരിക്കും ഒരു വീട് വെക്കുന്നുണ്ടാവുക. വർഷങ്ങളോളം ഒരു 5-10 വർഷമൊക്കെ ആ വീടിന്റെ EMI കാണുന്നുണ്ടാവും. ഇന്ന് ഒരു വാഹനം വാങ്ങിക്കുക എന്നുള്ളത് ഏതൊരാളും സ്വപ്നമാണ്. പക്ഷെ ഒരു ലക്ഷറി വാഹനം, റേഞ്ച് റോവർ, മെർസിഡീസ് ബെൻസ്, BMW, പോർഷെ പോലത്തെ ഒരു കാർ വാങ്ങിക്കണം എന്നൊക്കെ സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാവും സിനിമയിലൊക്കെ കാണുമ്പോൾ. പക്ഷെ അത് വാങ്ങിക്കാൻ ഭയങ്കര എക്സ്പെൻസ് ആണ്. സാധാരണ രീതിയിൽ ഒരു കാർ വാങ്ങിച്ചാൽ പോലും 10 ലക്ഷത്തിൻ്റെ 15 ലക്ഷത്തിൻ്റെ കാർ വാങ്ങിച്ചാൽ പോലും ഒരു 5-6 വർഷം EMI ഉണ്ടാവും. ഒരു ജോലി കിട്ടിയാൽ ഒരു വ്യക്തി ഒരു വീട് വെച്ച് ഒരു കാറും വാങ്ങിച്ച് അതിന്റെ EMI അടക്കുമ്പോൾ ഏകദേശം ജീവിതത്തിന്റെ പകുതി അങ്ങ് കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ബാങ്ക് ബാലൻസ് ആയിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മക്കളുടെ വിദ്യാഭ്യാസം ഏതൊരാളുടെയും സ്വപ്നമാണ്. എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണം വാങ്ങിക്കുക എന്നുള്ളത് ഒരു ഹരമാണ്, ഒരു സ്വപ്നമാണ്. പക്ഷെ ഇന്നത്തെ സ്വർണത്തിന്റെ വില എന്താ? ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ 1.25 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ 5 മാസത്തെ ശമ്പളം ഉണ്ടെങ്കിൽ പോലും ഇന്നൊരു പവൻ വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അതുപോലെ തന്നെയാണ് വിദേശ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഒരു ഫോറിൻ ട്രിപ്പൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ദുബായിലും അല്ലെങ്കിൽ 2 ലക്ഷം 3 ലക്ഷം ചെലവാക്കി സ്വിറ്റ്സർലാൻഡിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കുമോ? ആർക്കെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ പറ്റും തോന്നുന്നുണ്ടോ? അതോടൊപ്പം റിട്ടയർമെന്റ് ലൈഫ് എൻജോയ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലെ? 55 വയസ്സാകുമ്പോൾ ആൾക്കും നമ്മുടെ റിട്ടയർമെന്റ് ആവുന്നുണ്ടോ അല്ലെ? എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ച് വലിയൊരു ജോലി വാങ്ങിച്ച് അതിലുള്ള വീട് വെച്ച് കാറ് വാങ്ങിച്ച് മക്കളെ പഠിപ്പിക്കണം. ആ സമയമാകുമ്പോൾ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോഴേക്കും ആ അച്ഛനമ്മമാരുടെ റിട്ടയർമെന്റ് പ്രായമായിട്ടുണ്ടാവും. അസുഖങ്ങളും മരുന്നുകളും ഹോസ്പിറ്റലുകളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പോഴേക്കും മക്കൾ പഠിച്ചതിന് ശേഷം അവർക്ക് ജോലി കിട്ടാതെ വിദേശങ്ങളിലോ വേറെ സംസ്ഥാനങ്ങളിലോ പോയി മക്കൾ ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പൊ നമ്മൾക്ക് അവിടെ ഒരു മക്കൾ വേറെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെ അച്ഛനമ്മമാർ നമ്മളെ ഒറ്റ കാര്യം ചിലപ്പോൾ ഉണ്ടാവുക. നമ്മളെ നോക്കാനോ നമ്മളെ കൂടെ നിൽക്കാനോ ആ മക്കൾ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മുടെ റിട്ടയർമെന്റ് പ്രായം അസുഖങ്ങളും മരുന്നുകളും ഹോസ്പിറ്റലുമായി ഹോം നേഴ്സിന്റെ സഹായത്തോടെ ഇന്ന് പല ആൾക്കാർ റിട്ടയർമെന്റ് ലൈഫ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യും. പല ആൾക്കാർക്കും തോന്നുന്നു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് അനുഭവമാണ് അത്. ഞാൻ എത്രയോ വർഷം ദുബായിൽ ജോലി ചെയ്തപ്പോൾ എനിക്കൊന്നും മിച്ചം വെക്കാൻ സാധിക്കുന്നില്ലായിരുന്നില്ല. ഗൾഫ് മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ ഇട്ടിട്ട് ദുബായിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1.5 കോടി രൂപയോളം ചെലവാക്കിയിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. നല്ല രീതിയിലുള്ള ബിസിനസ് പോകുന്ന സമയത്താണ് അവിടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ടായത്. അതേപോലെ വേറൊരു വ്യക്തി ബിസിനസ് തുടങ്ങി. അതിപ്പോൾ എൻ്റെ ബിസിനസിന്റെ വരുമാനം കുറയാൻ തുടങ്ങി, ടെൻഷനായി തുടങ്ങി, ഒരുപാട് പൈസ നഷ്ടം വരാൻ തുടങ്ങി. സെയിം ടൈമിൽ കൊറോണ കൂടി അങ്ങ് വന്ന സമയത്ത് കമ്പനി പൂട്ടേണ്ടി വന്നു. ഞാൻ ഇറക്കിയ 1.5 കോടി രൂപ പോയ വഴി അറിഞ്ഞിട്ടില്ല. പിന്നെ ജോലി ചെയ്തിട്ടാണ് അതിന്റെ EMI ഒക്കെ ഞാൻ അടച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ കൂടാൻ തുടങ്ങി. കൊറോണയുടെ പേരും പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ജോലിയിൽ വരുമാനം കുറയാൻ തുടങ്ങി, പകുതിയായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ദുബായിൽ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു.
ആ സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കാതെ പോവാണ്. അപ്പോഴാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടാവുക. പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് സ്വർണം പണയം വെച്ചൊക്കെ അവിടെയും സ്ട്രഗിളും ലൈഫായിട്ടുണ്ടാവും അല്ലെ. ഇനി ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഓഫർ ഷീറ്റിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ നമുക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി CEO ഇത് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ്സായി മാറുന്നത്? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ്. നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു ഷോപ്പിനെ മാറ്റുന്നത് വഴി ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുകയാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് മാറ്റുക എന്ന് പറയുമ്പോൾ അവിടെ ബ്രാൻഡും കൂടി അങ്ങ് മാറാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും ഇതിന് വില കൂടുതലാവുമോ, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ കാണുന്നുണ്ടാവും. 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഏതൊരാൾക്കും സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഈ കമ്പനിയുടെ സ്ഥിരം കസ്റ്റമറായി മാറുന്നുണ്ടാവും. അപ്പോൾ ക്ലിയർ അല്ലേ? ഏതൊരു സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന വിലയിലും 100% നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടും നമ്മളിന്ന് മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ഏത് നല്ല ബ്രാൻഡ് പ്രൊഡക്റ്റിനേക്കാളും ക്വാളിറ്റിയുള്ള സാധനം ഒരു നോർമൽ വിലയിൽ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിതം മാറ്റിമറിക്കാൻ ലൈഫ് ലോങ് ഒരു പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ ഒരു അവസരം, അതിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു പൈസയും ആർക്കും കൊടുക്കേണ്ട. പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ റിസ്ക്കും ഇതിലേക്ക് വരുന്നില്ല, ടെൻഷനും നമുക്ക് വരുന്നില്ല, അവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല. പിന്നെ നമ്മൾ വെറുതെ കുറേ ആൾക്കാരെ കൊണ്ട് സാധനങ്ങൾ ബൾക്കായി പർച്ചേസ് ചെയ്യിപ്പിക്കലോ അങ്ങനെയുള്ള ഒരു പരിപാടിയേ അല്ല. നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടു ചെലവിനെ വരുമാനമാക്കി മാറ്റാൻ സാധിക്കുന്നു. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഗൈഡ് ചെയ്യാൻ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി ഒരു 2-3 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു 2 വർഷത്തെ ബിസിനസ് പ്രൊജക്റ്റായി കാണാൻ സാധിക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് നമുക്ക് സാധനം വാങ്ങിക്കുന്നത് വഴി ഷോപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു വരുമാനം നമ്മളിലേക്ക് വരുന്നത്? ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ കാണും. നമ്മളെല്ലാവരും സാധനങ്ങൾ വാങ്ങിക്കുന്നത് എങ്ങനെ? നമ്മൾ കസ്റ്റമർ ആണല്ലേ. നമ്മളൊരു റീറ്റെയിൽ ഷോപ്പിൽ പോയിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴി. വീട്ടിനടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ പോയി 100% MRP കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തിയാണ് നമ്മൾ. ഒരിക്കലും ആ കച്ചവടക്കാരൻ നമ്മളോടുള്ള സ്നേഹം കാരണമല്ല രാവിലെ പോയി കട ഓപ്പണാക്കി നമ്മൾക്ക് സാധനം തരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗമാണ് അദ്ദേഹം ആ കട ഓപ്പണാക്കി വെച്ചിരിക്കുന്നത്. ആ ഷോപ്പിൻ്റെ വാടകയും അദ്ദേഹത്തിൻ്റെ ശമ്പളവും കൂടി ഏഡാക്കിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടാവുക. ആ പ്രൊഡക്റ്റ് അവിടെ എത്തുന്നത് ഹോൾസെയിലർമാർ വഴിയും ഡിസ്ട്രിബ്യൂട്ടർമാരും C&F ഏജൻറ്റും വഴിയാണ് കമ്പനിയിൽ നിന്നും പ്രൊഡക്റ്റ് അവിടെ എത്തുന്നത്. അത് TV ചാനൽ വഴി സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരൊക്കെ പരസ്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നത്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെലവാക്കുന്ന 60% പ്രോഫിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടനിലക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരു സോപ്പ് പോലും ഉപയോഗിച്ച് പോലും നോക്കാതെ അതിൻ്റെ പരസ്യങ്ങൾ പറയുന്ന സിനിമാ താരങ്ങൾ, ഐശ്വര്യ റായിയൊക്കെ പറയുന്നില്ലേ, ഈ സോപ്പാണ് എൻ്റെ സൗന്ദര്യ രഹസ്യം എന്ന് പറയുന്നത്. 5 കോടി രൂപയൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ ആ പരസ്യം. അല്ലെങ്കിൽ അവർ ആ സോപ്പ് ഉപയോഗിച്ചിട്ടാണോ ലോകസുന്ദരിയായി മാറിയത്? ഒരിക്കലും അല്ല. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞ പോലെ ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടാണ്. ആ കമ്പനി കൊടുക്കുന്ന കോടിക്കണക്കിന് പൈസയാണ് അദ്ദേഹത്തിൻ്റെ എനർജി, അല്ലാതെ ആ ബൂസ്റ്റ് കഴിക്കുന്ന എനർജി ആയിരിക്കില്ല. നമുക്കറിയാം. ഇത് കഴിഞ്ഞ് നമ്മൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ അത് കിട്ടാൻ പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. ഇവിടെയാണ് ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന കോടിക്കണക്കിന് പൈസ നമ്മളിലേക്ക് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനി ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമുക്ക് തരികയാണ്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉള്ള ഡൽഹി ആസ്ഥാനമായ ഒരു കമ്പനി 450-നടുത്ത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു. അത് നേരിട്ട് കസ്റ്റമറിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ്. അവിടെ വേറൊരു ഇടനിലക്കാരില്ലാത്തത് കൊണ്ട് ആ 60% പ്രോഫിറ്റും 9 തരം വരുമാനമാക്കിയിട്ട് നമ്മൾക്ക് തരാൻ കമ്പനി റെഡിയാണ്. ആർ യു റെഡി? നമുക്കറിയാവോ, നമ്മൾ ഇത്രയും പൈസ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എക്സ്പെൻസിനെ നമ്മളെ ജീവിതം മാറ്റിമറിക്കാൻ 9 തരം വരുമാനമാക്കിയിട്ട് നമ്മളിലേക്ക് കമ്പനി തരികയാണ്. ഇത് കമ്പനി മാനേജ്മെന്റ് ആണ്, മിസ്റ്റർ ഗൗതം ബാലി സാർ, കൺവെയർ സിംഗ് ആൻഡ് ദീപക് സുധ. ഹൈ വിഷണറി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്. 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഈ മേഖലയിൽ തന്നെ അവർക്കുണ്ട്. മലേഷ്യയിലുള്ള ഒരു ഡയറക്ട് CEO ആയിരുന്നു ഗൗതം ബാലി സാർ. അദ്ദേഹത്തിൻ്റെ വിഷനാണ് വെസ്റ്റീജ് കമ്പനി. കാരണം മലേഷ്യ പോലുള്ള ചെറിയ രാജ്യത്തുള്ള കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ച ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല. അമേരിക്കയും ജപ്പാനും ചൈനയൊക്കെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിൻ ബിസിനസ്സാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷൻ, ഇന്ത്യയിൽ 140 കോടിയിലധികം ജനങ്ങളുണ്ട്. ഏതൊരു സാധാരണക്കാരനെയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റുക എന്നുള്ള വിഷൻ അത് ശരിക്കും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. 1,68,00,000 രൂപയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് ഈ വെസ്റ്റീജിലുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അറിയാൻ സാധിക്കും.
ഡയറക്ട് സെല്ലിംഗിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ഇൻകം വാങ്ങിക്കുന്ന വ്യക്തി സിദ്ധാർത്ഥ് സിംഗ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വരുമാനം 1,68,00,000 രൂപ മാസ വരുമാനം. അദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനി വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. 3-ാം സ്ഥാനക്കാരൻ 67 ലക്ഷം രൂപ വരുമാനം വഹിക്കുന്ന മിസ്റ്റർ SP ബരൽ സാർ. അദ്ദേഹം നമ്മുടെ ക്യാപ്റ്റനാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, അത്രയും വലിയൊരു കമ്പനിയാണ് നമ്മളെ ഈ വെസ്റ്റീജ് കമ്പനി. കമ്പനിയുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗിൽ തന്നെ ഗ്ലോബലി ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്, ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ UAE ഇരുന്നു കൊണ്ട്, ദുബായിൽ ഇരുന്നു കൊണ്ട് എനിക്കും ഈ ഒരു അവസരം ചെയ്യാൻ സാധിക്കുകയാണ്. 30ഓളം രാജ്യങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി അവാർഡ്സും റെക്കഗ്നേഷനും ലഭിച്ച കമ്പനിയാണ്. 2004-ലാണ് കമ്പനി സ്റ്റാർട്ടായെന്ന് പറഞ്ഞു. ആ സമയത്ത് ഡൽഹിയിലും ബാംഗ്ലൂരും 2 ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് 5000-ലധികം ഔട്ട്ലെറ്റ് ഉണ്ട് ഇന്ന് ഈ വെസ്റ്റീജ് കമ്പനിക്ക്. അതിൽ കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ല മാത്രം തന്നെ 12ഓളം ഔട്ട്ലെറ്റുകളായിട്ടുണ്ട്. ബാക്കി ഓരോ ജില്ലകളായിട്ടും 3, 4, 5, 6 ഔട്ട്ലെറ്റുകളായിട്ട് അവൈലബിൾ ആണ്. 10 പ്രൊഡക്റ്റ് ആയിരുന്നു 2004 വെസ്റ്റീജ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്നത് 450-ലധികം പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞു. 6 വ്യക്തികളിലൂടെ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറായി മാറിക്കഴിഞ്ഞു. ഞാനും 4.5 വർഷമായി ഈ ബിസിനസ്സിൽ വന്നിട്ട് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങിയ വ്യക്തിയാണ്. ഇന്ന് ഏകദേശം 7800-ലധികം ആൾക്കാരും നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട് 4.5 വർഷം കൊണ്ട്. നിരവധി അവാർഡ്സ് കിട്ടിയ ഗ്രേറ്റ് പ്ലേസ് ടു വർക്കിൽ അവാർഡും, ഗ്ലോബൽ 100 അവാർഡ്, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡ്, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡും, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ്, ഇന്ത്യയിൽ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാൻഡിനുള്ള അവാർഡ്, അതും തുടർച്ചയായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലേക്കാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. 19ഓളം കാറ്റഗറി ആയിട്ടാണ് ഇതിൽ 450-ൽ പരം പ്രൊഡക്റ്റിനെ തിരിച്ചിരിക്കുന്നത്. അതെല്ലാം പറയാൻ എനിക്ക് സമയം ഉണ്ടാവത്തില്ല. എങ്കിലും കുറച്ച് പ്രൊഡക്റ്റിന്റെ ഒരു വ്യത്യാസം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്, നമുക്കറിയാമല്ലോ പ്രൊഡക്റ്റിന്റെ പ്രൈസ്. പല ആൾക്കാരും ഇങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ചിന്തിക്കും പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആയിരിക്കും അല്ലേ. കുറച്ച് കമ്പാരിസൺ കൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച്. നമ്മൾ റെഗുലറായി ഉപയോഗിക്കുന്ന FMCG പ്രൊഡക്റ്റുകൾ, സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കുളിക്കുന്ന സോപ്പുകൾ, പലതരം സോപ്പുകൾ നമ്മൾ മാർക്കറ്റിൽ പോയി കാണാൻ സാധിക്കുമല്ലോ. കുറച്ച് സോപ്പിന്റെ പേര് തന്നെ ഞാൻ എടുത്ത് പറയാം. നമ്മൾ റെക്സോണ വാങ്ങിക്കാം, സിന്തോൾ വാങ്ങിക്കാം, സന്തൂർ വാങ്ങിക്കാം, ചർമ്മം കണ്ടാൽ പ്രായം കാണാത്ത സോപ്പൊക്കെ കാണുമല്ലേ. അതും ഡോവും PS-ഉം മൈസൂർ സാൻഡലൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. കുറച്ച് സോപ്പുകളുടെ വില കൂടുതലായിരിക്കും. മൈസൂർ സാൻഡലും ഡോവിനും PS-നൊക്കെ കുറച്ച് വില കൂടുതലാണ് 100 ഗ്രാമിന്. കാരണം അതിന്റെ ക്വാളിറ്റി TFM 76 ഒക്കെ ഉണ്ട്. അതിന് വില കുറഞ്ഞ സോപ്പുകൾ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ഇവിടെ വെസ്റ്റീജിന്റെ സോപ്പിന്റെ വില 44 രൂപയുള്ളൂ 100 ഗ്രാം സോപ്പിന്റെ വിലയാണ്. ഏതൊരാൾക്കും സോപ്പ് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത വ്യക്തിക്ക് പോലും വെസ്റ്റീജിന്റെ സോപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഒരു സോപ്പ് മതി. 44 രൂപയുടെ സോപ്പ് വാങ്ങിച്ചിട്ട് നല്ല ആരോഗ്യം ഉണ്ടാക്കാൻ, അതിലുപരി ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുകയാണ്. അടുത്ത പല്ല് തേക്കുന്ന പേസ്റ്റിന്റെ ഗുണം തന്നെ പറയാം. നമുക്ക് മാർക്കറ്റിൽ കോൾഗേറ്റും ക്ലോസപ്പും സെൻസോഡിനും നമ്പൂതിരി പേസ്റ്റും ഡാബർ പേസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല, വില കൂടിയൊരു പേസ്റ്റിന് ഡെന്റിസ്റ്റൊക്കെ റെഫർ ചെയ്യുന്ന പേസ്റ്റ് 240 രൂപയുടെ വില. അതിനേക്കാളും ക്വാളിറ്റി തോന്നുന്ന പേസ്റ്റിന്റെ വില വെസ്റ്റീജിൽ 63 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് 63-ന്റെ പേസ്റ്റ് വാങ്ങിച്ചിട്ട് പല്ല് വേദന മാറ്റാൻ, പല്ല് പുളിപ്പ് മാറ്റാനും, മോണ പഴുപ്പ് മാറ്റാനും സാധിക്കുന്നു. അതിനൊപ്പം തന്നെ ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ കൂടെ സാധിക്കുകയാണ്. അതിനോടൊപ്പം ബ്രഷും മൗത്ത് വാഷും അവൈലബിൾ ആണ്. അതുപോലെ വീടിനെ ഹൈജീൻ ആക്കി മാറ്റാൻ ഹോം കെയർ ഐറ്റംസ്, പാത്രം കഴുകാനും തുണി കഴുകാനും തറ തുടക്കാനും ടോയ്ലറ്റ് കഴുകാനായിട്ടുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. പ്രകൃതിക്കോ മനുഷ്യനോ ഹാനികരമാവുന്ന ഒരു കെമിക്കലും ഉൾപ്പെടാത്ത ഡിഷ് വാഷ്. നമുക്കറിയാം ഇന്ന് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ സ്ത്രീകൾക്കാണ് കാണുന്നുണ്ടാവും. പുരുഷന്മാർ സിഗരറ്റ് വലിക്കുന്ന, കള്ള് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അസുഖങ്ങൾ കൂടുന്നതും ക്യാൻസർ പോലത്തെ മറ്റുള്ള മാരകമായ അസുഖങ്ങൾ വരുന്നത് സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവും. കാരണം ഇന്ന് കെമിക്കൽ അടങ്ങിയ ഡിഷ് വാഷും അതിൻ്റെ ഡിറ്റർജന്റ് പൗഡറൊക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ സ്ത്രീകളാണ്. പാത്രം കഴുകിയാൽ അത് കറക്റ്റായി പത വേണം, മണം വേണം. അത് കഴുകിയിട്ട് പോയിട്ടില്ലെങ്കിൽ അത് പ്ലേറ്റിലൂടെ നമുക്ക് വയറ്റിലേക്ക് പോകുന്ന കൊളോൺ ക്യാൻസറും പല അസുഖങ്ങൾ വരുന്ന കാണാൻ സാധിക്കും. തുണി കഴുകുന്ന പൗഡർ ഉപയോഗിക്കുന്ന വഴി സ്ത്രീകളുടെ കൈകൾക്ക് വ്രണങ്ങളും ചൊറിച്ചിലും സ്കിൻ പ്രോബ്ലം, വയറ്റിൽ മുഴകളൊക്കെ വരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ഈ ഒരു വെസ്റ്റീജ് കമ്പനിയുടെ ഡിഷ് വാഷും ഡിറ്റർജന്റ് പൗഡറൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കും. ഒരൊറ്റ ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ചായപ്പൊടി ആയിക്കോട്ടെ, കോഫി പൊടി ആയിക്കോട്ടെ, കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, omega-3 അടങ്ങുന്ന തവിടെണ്ണ, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തവിടെണ്ണയാണ്. വെളിച്ചെണ്ണയെക്കാളും ലാഭവും അതിനേക്കാളും ടേസ്റ്റും. നമ്മൾ വെളിച്ചെണ്ണയും വാങ്ങിക്കും, ചില ആൾക്കാർ പാം ഓയിലും വാങ്ങിക്കുന്ന ആൾക്കാർ. അതിൽ നിന്ന് മാറ്റം വരുത്താനും അതിനേക്കാളും കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നു, ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റിലും ഫ്രഷ് ഡ്രിങ്കും, കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ബാറുകൾ, അതുപോലെ മുടി വളരാനുള്ള ഹെർണിക ഫ്ലവറിന്റെ ഹെയർ ഓയിലും
ഡാൻഡ്രഫ്, തലയിലെ പേനും പറ്റുന്ന ഷാമ്പു അവൈലബിൾ ആണ്. കൃഷിക്കാരനെ സഹായിക്കാൻ പറ്റുന്ന അഗ്രി പ്രൊഡക്റ്റുകൾ, കൃഷിയുടെ ചെലവിനെ ചുരുക്കി വിളവുകളെ ഇരട്ടിയാക്കി മാറ്റാൻ സാധിക്കുന്ന അഗ്രി പ്രൊഡക്റ്റുകൾ, അതുപോലെ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സിൽ 100ഓളം പ്രൊഡക്റ്റുകളുണ്ട്. എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും പറയാൻ സാധിക്കത്തില്ല, എങ്കിലും ഫേസ് വാഷും ഹെയർനെസ് ക്രീമും BB ക്രീമും ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, പെർഫ്യൂം, ഡിയോഡറൻസ്, പോക്കറ്റ് പെർഫ്യൂം, അതുപോലെ കണ്ണിനടിയിലെ കറുത്ത പാട് മാറ്റാൻ അണ്ടർ ഐ സിറം, മുഖത്തിന്റെ ചുളിവുകളും കലകളൊക്കെ മാറ്റാൻ സാധിക്കുന്ന, സുന്ദരിയും സുന്ദരമാരായി മാറ്റാൻ സാധിക്കുന്ന യൂത്ത് എലിക്സറും ബ്ലമിഷ് ജെലും, അങ്ങനെ ട്രീറ്റ്മെന്റ് കാറ്റഗറി ആയിട്ടുള്ള ഏകദേശം 100ഓളം ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കാം. നമുക്കിന്ന് അസുഖങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും ചികിത്സിക്കാൻ പോകുന്നത്, അല്ലെ? കിഡ്നി പോയതിനു ശേഷം അതിന് ലക്ഷങ്ങൾ ചെലവാക്കും. ക്യാൻസർ വന്നതിന് ശേഷം ജീവിതകാലം മുഴുവൻ പൈസ ചെലവാക്കുന്ന ആൾക്കാർ, ഹാർട്ടിന് ബ്ലോക്ക് വന്നതിന് ശേഷം സർജറി ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ ഇത് വരാതിരിക്കാൻ 10 പൈസ ചെലവാക്കാൻ മടി കാണിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. ഇവിടെ നമുക്ക് അസുഖം വരാതിരിക്കാൻ, അസുഖങ്ങൾ വരാതെ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ നമുക്ക് സാധിക്കുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ. ഇനി വരാൻ പോകുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രി വെൽനസ് കാലഘട്ടമാണ് വരാമെന്ന് പോൾ സെയിന്റ് എന്ന US എക്കണോമിസ്റ്റ് അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം വെൽനസ് കാലഘട്ടമാണ്. നമ്മുടെ ഭാഗ്യമാണ് 100ഓളം വെൽനസ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റേജ്. നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന നീമും ഗ്ലൂക്കോ ഹെൽത്ത് ഉണ്ട്. വർഷങ്ങളോളം ഷുഗറിന് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഒരുപാട് ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? 10 വർഷമൊക്കെ ഷുഗറിന് മെഡിസിൻ കഴിച്ചതിന് ശേഷം പിന്നീട് അവരെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ ഇൻസുലിൻ കുത്തിവെക്കുന്ന കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഡയാലിസിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടാവും. ഒരു മടിയും ഉണ്ടാവത്തില്ല, അല്ലെ? ഇവിടെ നിങ്ങൾക്ക് നീമിന്റെ ക്യാപ്സൂളിന്റെ വില 334 രൂപയുള്ളൂ. ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം ഗ്ലൂക്കോ ഹെൽത്തും, അതോടൊപ്പം ഒരുപാട് കോമ്പിനേഷൻ ആയിട്ട് പ്രൊഡക്റ്റ് വേറെയുണ്ട്. അതോടൊപ്പം മുട്ടുവേദന, ജോയിന്റ് പ്രോബ്ലം ഒക്കെ ഒരുപാട് ആൾക്കാർക്കുണ്ട്. അതിന് നമുക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സർജറിയിലേക്ക് പോകുന്നതാണ് ലാസ്റ്റ് ഒക്കെ. ഇവിടെ നമുക്ക് ഗ്ലൂക്കോസമിനും കാൽസ്യവും കൊളാജനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജോയിന്റ് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഹാർട്ടിന്റെ ബ്ലോക്കിനെ അലിയിച്ച് കളയാൻ സാധിക്കുന്ന ഫ്ലാക്സ് ഓയിൽ, omega-3 അടങ്ങിയിരിക്കുന്ന ഫ്ലാക്സ് ഓയിൽ ഉണ്ട്. സർജറി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഫ്ലാക്സ് ഓയിലൂടെ തന്നെ കുറച്ചൊക്കെ. അതുപോലെ ഹൃദയ സംബന്ധമായി നമുക്ക് സംരക്ഷിക്കാം, ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടി Q10ഉം LRG പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. വൈറ്റമിൻ ഡിയുടെ എഫിഷ്യൻസി ഒരുപാട് ആൾക്കാർക്കുണ്ട്. അതിന് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും വൈറ്റമിൻ B12 ഒക്കെ സബ്ലിംഗൽ സ്പ്രേ, നാക്കിനടിയിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് വൈറ്റമിൻസിന്റെ പ്രോബ്ലം മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ, അല്ലേ? നമുക്ക് വെള്ളം തിളപ്പിക്കാതെ കുടിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലേക്ക് കളിക്കാനൊക്കെ പോയി വരുമ്പോൾ പറമ്പിലുള്ള ഏതെങ്കിലും കിണറ്റിൽ വെള്ളം തൊട്ടിയിതാത്ത് വെള്ളം കൈ വെച്ച് കുടിക്കുന്ന ആൾക്കാർ നല്ലൊരു ക്ഷീണം മാറി എനർജി കിട്ടുമല്ലേ? ഇന്ന് വെള്ളം തിളപ്പിച്ച കുടിക്കുക. തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന സമയത്ത് ദാഹവും മാറത്തില്ല, ക്ഷീണവും മാറത്തില്ല. ഇന്നത്തെ വെള്ളം അങ്ങനത്തെ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിനറൽസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് CMD എന്ന് പറഞ്ഞ കോൺസെൻട്രേറ്റ് മിനറൽ ഡ്രോപ്സ് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. 84 മിനറൽസോളം നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ട്. അതിന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 7 ഡ്രോപ്സ് വെച്ചിട്ട് നമുക്കത് കുടിക്കാൻ സാധിക്കും. 21 ഡ്രോപ്സ് എങ്കിലും ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മിനറൽസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. അതുപോലെ ദഹനം കറക്റ്റാക്കാൻ കോംബയോട്ടിക്സ്, ഇപ്പം ഫൈബർ, അതുപോലെ അലോവേര ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൈൽസിനെയും മലബന്ധത്തെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ പുരുഷന്മാരുടെ എനർജി ബൂസ്റ്ററും, ചെറിയ കുട്ടികൾക്കുള്ള കൊളസ്ട്രോൾ, അലോവേര, അതുപോലെ തുളസി ഡ്രോപ്സ്, ആംലയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി കിട്ടാൻ പറ്റുന്ന പ്രൊഡക്റ്റിൻ്റെ അവൈലബിൾ ആണ്. അതുപോലെ വെരിക്കോസിനെയും മൈഗ്രെയിനെയും അതുപോലെ PCOD, തൈറോയിഡിനെയൊക്കെ നമുക്ക് സപ്പോർട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ആരോഗ്യത്തിന് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് പൈസ നമുക്ക് എല്ലാ മാസം മാറ്റി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ അസുഖങ്ങളില്ലാതെ ഹോസ്പിറ്റലിൽ പോവാതെ മരുന്നുകൾ കഴിക്കാതെ 80 വയസ്സ് വരെ നമുക്ക് ആരോഗ്യത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അതേ പ്രായത്തിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സും കൂടിയാക്കി മാറ്റാൻ സാധിക്കാം. ഇവിടെ നമുക്ക് ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളാണ്. സാധാരണ രീതിയിൽ നിങ്ങൾ ഇത്രയും വർഷം വീട്ടിനടുത്തുള്ള കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഞാൻ ഈ വെസ്റ്റീജിൽ വന്നിട്ട് 4.5 വർഷമായി. എല്ലാ മാസവും എനിക്ക് വെസ്റ്റീജ് കമ്പനി ഏകദേശം ഒരു 30-35% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് തരുന്നത്. MRPയിൽ നിന്നും ഒരു 30 രൂപക്ക് അടുത്തൊക്കെ ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടോ? എല്ലാ മാസം 10-ാം തീയതി ആകുമ്പോൾ ക്യാഷ് ബാക്ക് തരും. 5 മുതൽ 16% വരെ. തുടക്കക്കാരനാകുമ്പോൾ 5% ആയിരിക്കും. അത് പതുക്കെ 8%ത്തിലേക്കും അതിൽ നിന്ന് 12%ത്തിലേക്കും 16%ത്തിലേക്കും നമുക്ക് ബോണസ് വാങ്ങിക്കാൻ സാധിക്കും 10-ാം തീയതി ആകുമ്പോൾ. നമ്മൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു വരുമാനം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ എല്ലാ മാസവും 10-ാം തീയതി ജോലിയിൽ കിട്ടിയതിനേക്കാളും ഒരു വരുമാനം ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ടാവും. അവിടെ ഒരു വീട്ടമ്മയാണ് ഇരിക്കുന്നെങ്കിൽ എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളെ നോക്കാൻ, അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, പഠിപ്പിക്കാനും വേണ്ടി ജോലിക്ക് പോകാൻ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ വീട്ടു ജോലി കഴിഞ്ഞ ശേഷം കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 10-ാം തീയതി നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നു.
അതോടൊപ്പം തന്നെ എല്ലാ പർച്ചേസിങ്ങിനോടൊപ്പം ഒരു ഫ്രീ പ്രൊഡക്റ്റ് 10% നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും കടയിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും ഒരു സോപ്പെങ്കിലും ഫ്രീ തന്നിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും? 4.5 വർഷമായിട്ട് എനിക്ക് എല്ലാ മാസവും പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വെസ്റ്റീജ് കമ്പനി ഫ്രീ പ്രൊഡക്റ്റ് തരുന്നുണ്ട്. ഇതിലുപരി കൺസിസ്റ്റൻസി ബെനിഫിറ്റ് ആണ്. സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന വ്യക്തിക്കുള്ള ഒരു അവസരമാണ്. നമ്മളും സ്ഥിരമായിട്ട് തന്നെയല്ലേ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിനടുത്തുള്ള കടയിൽ പോയിട്ട് ഓരോ മാസവും കൂടുമ്പം നമ്മൾ സാധനം വാങ്ങിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാറുണ്ടോ? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും തന്നാൽ അതിന് 20 രൂപ ചാർജ് വാങ്ങിക്കുമല്ലേ. ഇവിടെ വെസ്റ്റീജ് കമ്പനി നിങ്ങൾ 4 മാസം തുടർച്ചയായി നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിന് 5ാമത്തെ മാസം പൈസ കൊടുക്കാതെ 1250 മുതൽ 20,000 രൂപ വരെയൊക്കെ ഫ്രീ പ്രൊഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. 5ഉം 10ഉം കുക്കിംഗ് ഓയിലൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു അവസരം എവിടെയും കിട്ടിയിട്ടുണ്ടോ? അടുത്തൊരു ഗ്യാരണ്ടിയാണ് 100% മണി ബാക്ക് ഗ്യാരണ്ടി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് നോക്കാം. സിനിമാ താരങ്ങൾ പറയുന്ന പ്രൊഡക്റ്റൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഒരു സിനിമാ താരം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ സിനിമ പരസ്യത്തിൽ പറയുന്ന ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്തോളൂ, ഞാൻ ഉപയോഗിച്ച് നോക്കാത്ത പ്രൊഡക്റ്റാന്ന് അവർ പറയത്തില്ല. അവർ പൈസ വാങ്ങിച്ച് പറയുന്നതാണ്. ഇവിടെ വെസ്റ്റീജ് കമ്പനി 21 വർഷമായിട്ട് പറയുന്ന ഒരു ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. 30% വരെ യൂസ് ചെയ്യും. പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ല എങ്കിൽ റീഫണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒരു കമ്പനി 21 വർഷമായിട്ട് ഇത്രയും പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്രയും ധൈര്യമായിട്ട് പറയണമെങ്കിൽ അതിന്റെ ക്വാളിറ്റി എത്രയുണ്ടോ? ഞാനും 4.5 വർഷമായിട്ട് ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടീമിലുള്ള ആൾക്കാരോട്. എന്നോട് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല സാറ് പറഞ്ഞ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ല തിരിച്ചെടുക്കും എന്നുള്ളത് ആരും എന്നോട് സംസാരിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ അതിന്റെ ആ ഒരു ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെലവാക്കുന്ന തുകയൊന്ന് കൂട്ടി നോക്കി എല്ലാ മാസവും വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന പൈസ ഒന്ന് കൂടി നോക്കുക. അപ്പോൾ നമുക്ക് കമ്പനി തരുന്ന പ്രോഫിറ്റും ഫ്രീ പ്രൊഡക്റ്റും ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മാസം നിങ്ങൾ വീട്ടിലേക്ക് ചെലവാക്കുന്ന പൈസ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 50% നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എവിടെയും കിട്ടാറുണ്ടോ? ഇതിനകത്തൊരു ബിസിനസ് അവസരം വരുന്നത്. നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയെ കോൺടാക്ട് ചെയ്യാം. അതിനുശേഷം ഒരു രജിസ്ട്രേഷൻ ചെയ്യാം ഫ്രീ ആയിട്ട്. നമുക്കിത് ജോയിൻ ചെയ്യാൻ ഒരു 5 പൈസ ആർക്കും കൊടുക്കണ്ട. നമുക്കിത് മനസ്സിലാക്കാൻ ആർക്കും പൈസ കൊടുക്കണ്ട. നിങ്ങൾ അതിനുശേഷം രജിസ്ട്രേഷൻ കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മൊബൈലിനകത്ത് 5000-ലധികം ഔട്ട്ലെറ്റ് ഉള്ള ഇത്രയും വലിയൊരു കമ്പനിയുടെ 21 വർഷമായിട്ട് ഒരു ഫ്രാഞ്ചൈസി നിങ്ങളുടെ മൊബൈലിലേക്ക് ഓപ്പൺ ആവുകയാണ്. നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അവിടെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ എല്ലാ പ്രൊഡക്റ്റ് കുറിച്ച് നമ്മൾ മൊബൈലിനകത്ത് കാണാൻ സാധിക്കും. ചേഞ്ച് യുവർ ഷോപ്പ്. നിങ്ങളുടെ ഷോപ്പ് ഒന്ന് മാറ്റൂ. അതിനുശേഷം യൂസ് ദ പ്രൊഡക്റ്റ്. വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് നീ യൂസ് ചെയ്യൂ. യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ എക്സ്പീരിയൻസ് സന്തോഷം ഷെയർ ചെയ്യൂ. പ്രൊഡക്റ്റ് വാങ്ങി വിൽപ്പനയല്ല കേട്ടോ. നമ്മുടെ എക്സൈറ്റ്മെന്റും സന്തോഷം ഷെയർ ചെയ്യുക. നിങ്ങൾ ഇന്നലെ വരെ ചെയ്ത സെയിം കാര്യം തന്നെയാണ്. നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ വന്നാൽ അപ്പൊ തന്നെ പറയല്ലേ അടിപൊളി സിനിമയാണ്, മമ്മൂട്ടിന്റെ പുതിയ പടം, വിനായകന്റെ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, അടിപൊളി പടമാണ്. ആ സിനിമ 100 കോടി ക്ലബിലെത്തി. നമുക്ക് എന്താ കിട്ടിയേ? നമ്മളൊരു നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഒരു ബിരിയാണി കഴിച്ചാൽ ആ ഹോട്ടലിനെ കുറിച്ച് പറയും. നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കടയെ കുറിച്ച് പറയും. മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ iPhone 17 Pro Max വാങ്ങിച്ചു, ഓപ്പോ മൊബൈൽ വാങ്ങിച്ചു, റെഡ്മി വാങ്ങിച്ചു, നല്ല മൊബൈൽ ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ബാറ്ററി പവറാണ് 2 ദിവസം ചാർജ് നിൽക്കും. അഥവാ ഒരു ദിവസം ആണെങ്കിൽ പോലും നമ്മളൊന്ന് പറയുമ്പോൾ നമ്മൾ ചങ്ങായിമാരോട് പറയുമ്പോൾ നമ്മളൊന്ന് കൂട്ടി പറയല്ലേ. എന്ത് വരുമാനം നമുക്കവിടെ കിട്ടാൻ പോകും? ഇവിടെ വെസ്റ്റീജ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച സമയത്ത് അതിന്റെ പേസ്റ്റിൽ കിട്ടിയ ആ സന്തോഷം കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പോൾ അവർ ഇന്ന് ഇതിന്റെ 4.5 വർഷമായിട്ട് ഈ കമ്പനിയുടെ സ്ഥിരം കസ്റ്റമറാണ്. അതിൽ 6 വ്യക്തികൾ എന്നോടൊപ്പം ബിസിനസ്സിൽ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ആ 6 വ്യക്തികളിലൂടെയാണ് ഇന്ന് ഇത്രയും വലിയൊരു ടീം 13ഓളം രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്കും സാധിച്ചത്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ സന്തോഷം, സത്യസന്ധമായ കാര്യം നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മളുടെ ആർക്കെങ്കിലും ഒരു വരുമാനം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുക. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണാൻ സാധിക്കുവാണെങ്കിൽ ലക്ഷങ്ങൾ മാസ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നു. 9 തരം വരുമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് പറഞ്ഞത്? സേവിങ്സ് ഓഫ് കൺസപ്ഷൻ ആയിട്ട് ഒരു 30% വരെയൊക്കെ നമുക്ക് ഇപ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പെർഫോമൻസ് ബോണസ് 5 മുതൽ 16% വരെ എല്ലാ മാസം കിട്ടുന്നു. ഡയറക്ടർ ബോണസ് ഒരു 15% എക്സ്ട്രാ. ടീം ബിൽഡിംഗ് ബോണസ് ഒരു 3% നമുക്ക് ലഭിക്കുന്നു. ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%. അതോടൊപ്പം തന്നെ ട്രാവൽ ഫണ്ട്, നമുക്ക് വിദേശ യാത്രകൾ പോകാൻ ഇപ്പൊ 2 ദിവസം മുന്നെയാണ് നമ്മൾ കേരളത്തിലെ ഒരുപാട് ലീഡേഴ്സ് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് വന്നിരിക്കുക. അവിടെ എൻജോയ് ചെയ്ത് നാട്ടിലെത്തുമ്പോഴാണ് കമ്പനി അടുത്തായിട്ട് ജപ്പാനിലേക്ക് പോകാൻ റെഡി ആയിരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വർഷത്തിൽ 3 വിദേശ യാത്രയാണ്. സ്വന്തം വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ഒന്ന് മാറ്റുന്നത് വഴി കിട്ടുന്നത്. അടുത്ത ജപ്പാനിലേക്ക് പോകാൻ റെഡി ആയിരിക്കും ആൾക്കാർക്ക്. അതിന് ട്രാവൽ ഫണ്ട്, വിദേശ യാത്രകൾ വർഷത്തിൽ 3 വിദേശ യാത്ര നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കാറിന്റെ EMI നമുക്ക് എല്ലാ മാസവും വാങ്ങിക്കാൻ സാധിക്കുന്നു.
അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അടുത്ത സ്ലൈഡിൽ പറയാം. അതോടൊപ്പം ഹൗസ് ഫണ്ട്, വീടിന്റെ ഫണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്നു. എലൈറ്റ് ക്ലബ്ബ് ബോണസ്, ഇതും 2% ആണെങ്കിൽ വലിയ ഹ്യൂജ് ഇൻകം, 20 ലക്ഷമൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നത് അതിലുള്ള. നമുക്കിത് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഒരു 30 രൂപക്ക് അടുത്തുള്ള സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പോയിന്റ് ആയി മാറുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പോയിന്റുകൾ ക്യുമുലേറ്റീവ് ആയി പോകുന്ന സമയത്ത് നമുക്കൊരു ഡയറക്ടർ ലെവലിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ. എൻ്റെ ആദ്യത്തെ മാസ ശമ്പളം 147 രൂപയായിരുന്നു. ഞാൻ സന്തോഷമാണ്, കാരണം ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു കമ്പനി വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പൈസ തരുന്നത്, വരുമാനം തരുന്നത്. ആദ്യമായിട്ടാണ് സാധനം ബില്ലടിക്കുന്ന സമയത്ത് 300 രൂപക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയത്. അവിടെയും ഞാൻ ഹാപ്പിയാണ്. ഈ കാര്യം മാത്രമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തതും അവരും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയതും എനിക്ക് കിട്ടിയ ആ ചെറിയൊരു വരുമാനം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചതും. കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ രണ്ടാമത്തെ മാസം കിട്ടിയ വരുമാനം 13,500 രൂപയാണ്. ഈ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ വന്ന വ്യക്തികളും സീരിയസ് ആയി മാറിയതും, അതിലൊരാൾക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുത്തപ്പോൾ കമ്പനി നമുക്കൊരു പ്രൊമോഷനാണ്. കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് മറ്റൊരു വ്യക്തി ഉപയോഗിക്കുന്ന വളരെ വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ സിൽവർ ഡയറക്ടർ എന്ന പൊസിഷനിലേക്കും ആ സമയത്ത് നമുക്ക് ട്രാവൽ ഫണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടീം ബിൽഡിംഗ് ബോണസ് കൂടെ എക്സ്ട്രാ ഒരു വരുമാനം വാങ്ങിക്കാൻ സാധിക്കുകയാണ്. രണ്ടാമത്തെ ഫാമിലിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പം ഗോൾഡ് ഡയറക്ടറായി മാറാൻ സാധിക്കും. കുറച്ചും കൂടെ വരുമാന സ്ട്രക്ചർ ആകുമ്പോൾ ഏകദേശം 20,000, 30,000, 50,000 വരുമാനം വാങ്ങിക്കാൻ ഈ ഒരു പൊസിഷനിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ. മൂന്നാമത്തെ ഒരു ഫാമിലിക്ക് വരുമാനം എത്തിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റാർ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു. അവിടെ കാറിന്റെ EMI സ്റ്റാർട്ട് ചെയ്യാം. ഒരു പ്രാവശ്യം EMI കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ആ ജീവനാന്തം ലൈഫ് ലോങ് നമുക്ക് എത്ര കാറുകൾ വേണമെങ്കിലും വാങ്ങിക്കാൻ സാധിക്കും. ഒരു കാറിന്റെ EMI കഴിഞ്ഞാൽ അടുത്ത EMI വന്നുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് അടുത്ത കാർ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. എത്ര വേണമെങ്കിലും കാർ വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. 4 ഫാമിലിയെ വിജയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഡയമണ്ട് ഡയറക്ടറാം. ഈ സമയത്താണ് നമുക്ക് യൂറോപ്യൻ രാജ്യത്ത് സഞ്ചരിക്കാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ 6 ഫാമിലിയെ വിജയിപ്പിച്ചാൽ ക്രൗൺ ഡയറക്ടറായി മാറാം. ഇപ്പൊ ഞാൻ ഈ ഒരു ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിലാണ്. ഇവിടെയാണ് നമുക്ക് വീടിന്റെ EMI സ്റ്റാർട്ട് ചെയ്യാം. ഒരു ജീവിതകാലം മുഴുവനും വീട് വെക്കാനുള്ള EMI, നമുക്ക് ഒരു വീട് വെച്ച് അതിന്റെ EMI കംപ്ലീറ്റ് ആയാൽ അടുത്ത വീട് വെക്കാൻ മക്കളുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് നമുക്ക് ഏതെങ്കിലും അച്ഛനമ്മമാർക്കുണ്ടോ 2 മക്കൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മളെ മലപ്പുറത്തുള്ള ആയിഷ മാഡം 1 കോടി രൂപയുടെ 2 വീട് വെച്ചു കൊടുത്തിരുന്നു. അപ്പം ആലോചിച്ച് നോക്കി ഈ ബിസിനസിന്റെ പവർ എന്താണെന്നുള്ളത്. ഇതുപോലുള്ള വീടൊക്കെ നമുക്ക് സാധാരണക്കാരനെ ജോലിയുടെ സാധിക്കും തോന്നുന്നുണ്ടോ. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വീടായിരിക്കും. ഇതുപോലത്തെ വീടൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കുന്നുണ്ടാവും. തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴിൽ നമ്മളൊക്കെ ടീം ലീഡർ ജ്യോതിഷ് കുമാർ സാർ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ വീടൊക്കെ ഇതുപോലത്തെ വീടൊക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹം വെച്ചിരിക്കുന്നു. 2.5 കോടിയുടെ വീട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വെക്കാൻ സാധിക്കുകയാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നേടാനും അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ചെയ്തത് നമ്മുടെ മക്കൾക്ക് 18 വയസ്സാകുമ്പോൾ അവരൊക്കെ ഒരു ബിസിനസ് ഐഡിയ എടുത്തുകൊണ്ട് അവരെ പഠിക്കാൻ വിടുക. പഠനം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 23, 24 വയസ്സാകുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്കും ലക്ഷങ്ങൾ വരുമാനം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഇന്ന് എവിടെയാണ് അച്ഛനമ്മമാർക്ക് പഠിപ്പിക്കാനല്ലാതെ അവർക്കൊരു വരുമാനം, സ്ഥിരമായിട്ട് വരുമാനം എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം 23, 24 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടമ്മമാരായി ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ആ ഒരു ആ പെൺകുട്ടികൾക്ക് അവരുടെ വീട്ടിലേക്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസം 10-ാം തീയതി ആകുമ്പോൾ ലക്ഷങ്ങൾ, 2 ലക്ഷം, 3 ലക്ഷം മാസം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഓപ്പർച്യൂണിറ്റി. ഞാൻ ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മുടെ മക്കൾക്ക് നമുക്ക് വരുമാനം കൂടി വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കാം. പഠിപ്പിക്കൽ മാത്രമേ ചെയ്യാറുള്ളൂ ഇവിടെ. അതോടൊപ്പം തന്നെ നമുക്കൊരു നല്ലൊരു റിട്ടയർമെന്റ് പ്രായത്തിൽ 60, 70 വയസ്സിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുമാനവും ഇതേപോലെ നമ്മുടെ മക്കളിലേക്കും വരുമാനം വരുന്ന സമയത്ത് അവരെ നമുക്ക് കൂടെ നിർത്താൻ സാധിക്കത്തില്ലേ. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാരുടെ നാട്ടിലും മക്കൾ വേറെ വിദേശത്തും ആയിരിക്കും ഉണ്ടാവുക. എപ്പോഴെങ്കിലും വല്ലപ്പോഴും കൂടി കാണാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിനെ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക, നല്ലൊരു തീരുമാനം എടുക്കുക. ഇന്ന് തന്നെ നമ്മളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ മനോഹരമായ ഒരു കമ്പനിയോടൊപ്പം നല്ല ക്വാളിറ്റിയിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ആരോഗ്യത്തോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാക്കിക്കൊണ്ട് കുറേ കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കുക. അതുപോലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി ദുബായിൽ ഇരുന്നുകൊണ്ട് എനിക്കൊരു അവസരം തന്ന വിന്നിംഗ് ടീമിന്റെ ഓരോ ലീഡേഴ്സിനോടും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു രാജാമണി സാർ. താങ്ക് യു സാർ. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം നമ്മുടെ ഇന്ന് ഈ പ്രോഗ്രാം, ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, ഇന്ന് ഈ പ്രോഗ്രാമിൽ കയറിയിരിക്കുന്ന ഓരോ വ്യക്തിയും ബിസിനസ് ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ഷാജി മെത്തേൽ സാറായാലും ഇനി ക്ലോസിംഗ് സെഷനിൽ വരുന്ന
നമ്മുടെ ഗ്രേറ്റ് ലീഡർ സിദ്ധാസ് കടലൂർ സാറാണെങ്കിലും അവരെല്ലാവരും ഈ ബിസിനസ്സിലൂടെ എന്താ പറയാ അവരുടെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. നമ്മുടെ ഷാജി ബത്തേൽ സാറ് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, ടി വി പരസ്യത്തിലൂടെ പരസ്യം ചെയ്യുന്നത് പൈസ വാങ്ങിച്ചിട്ടാണെങ്കിൽ നമ്മളിവിടെ അനുഭവിച്ചിട്ട് അനുഭവങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഇത്രയും നല്ലൊരു പ്രസന്റേഷൻ സമ്മാനിച്ച നമ്മുടെ പറഞ്ഞു തന്ന നമ്മുടെ ഷാജി സാർക്ക് നമ്മുടെ ചാറ്റ് ബോക്സ് നിറയുന്നുണ്ട്. ചാറ്റ് ബോക്സിലൂടെ നമ്മുടെ നന്ദി അറിയിക്കാം. താങ്ക് യു വെരി മച്ച് സാർ. എന്തായാലും നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, വളരെ മനോഹരമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായി പറഞ്ഞു തന്ന സാർക്ക് ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ പേരിലും വിന്നിംഗ് ടീമിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. സോ താങ്ക് യു വെരി മച്ച് സാർ. ഇനി നമുക്ക് ക്ലോസിംഗ് സെഷനാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. അത് കൈകാര്യം ചെയ്യാൻ എത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മുടെ കേരളത്തിന്റെ എന്ന് പറയാൻ പറ്റില്ല, ഇനിയിപ്പോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ താരമായി മാറിയിരിക്കുന്ന, അഭിമാന താരമായി മാറിയിരിക്കുന്ന, ശരിക്കും പറഞ്ഞ ഒരു യൂത്ത് ആൻഡ് എനർജറ്റിക് യങ്ങസ്റ്റ് നമ്മുടെ ശ്രീദാസ് കടലൂർ സാറാണ്. അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ വേദമാണ് പഠിച്ചിരിക്കുന്നത്. അതിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം ശരിക്കും എന്താ പറയാ 8 കുടുംബങ്ങളിലേക്കല്ല, ഒട്ടനവധി കുടുംബങ്ങളിലേക്ക് സമ്പദ് സമൃദ്ധിയും സമാധാനവും സന്തോഷവും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ ലൈഫായി, ഒരു പാഷനായി, എന്താ പറയാ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഇനിയും സമ്പദ് സമൃദ്ധിയും സമാധാനവും സന്തോഷവും എത്തിക്കാനായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, സമ്മതത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം ശ്രീദാസ് സാർ. ഹായ് എവരി വൺ, ഞാൻ ശ്രീദാസ് കടലൂർ. എന്നെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു രാജാമണേട്ടൻ. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഷാജി മിത്തൽ സാർ പ്രസൻറ്റേഷൻ ചെയ്തു തന്നു, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഞാൻ വളരെ അധികം ത്രിൽഡാണ്. ബിക്കോസ് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ബിസിനസ് ജേണി, ഞാൻ ഈ ബിസിനസ് ജേണി സ്റ്റാർട്ട് ചെയ്തത് അപ്രോക്സിമേറ്റ്ലി ഒരു 8 വർഷത്തിൽ കൂടുതലാകുന്നു. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. വൈ? ബിക്കോസ് നമ്മൾ സാധാരണ രീതിയിൽ പറയും, നമ്മുടെ ജീവിതത്തിൽ ചില നിമിത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മിറാക്കിൾസ് കാരണമായിട്ട് തീരുന്നുണ്ടായിരിക്കുക. ഞങ്ങളുടെ വീട്ടിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് കയറി വന്ന ഒരു അതിഥി, അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് എൻ്റെ ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഇന്ന് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ, ഇന്ന് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, രാജമണേട്ടൻ പറഞ്ഞ പോലെ ഏകദേശം 8 കുടുംബത്തിലധികം ഇന്ന് ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഒരുപാട് ഫാമിലീസിലേക്ക്, എന്ന് പറഞ്ഞാൽ 8 കുടുംബത്തിലൂടെ ഒരുപാട് ഫാമിലീസിലേക്ക് നമുക്ക് സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും ഒക്കെ എത്തിക്കാൻ സാധിക്കുന്നു. അതിനൊരു നിമിത്തമായിട്ട് മാറാൻ സാധിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയും ജീവിതം മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് ഏത് മൊമെൻറ്റിലാണ്, ഏത് വഴിയിലൂടെയാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ചിന്തിക്കേണ്ടത്, ഒന്ന് പോസ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിൽ ഒരു പുരോഗതി എന്നുള്ള രീതിയിൽ എന്താണ് ഉണ്ടാകുക? അത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒന്നാണ്. കാരണം ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ പല ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ആളുകൾ ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മളുടെ കഴിഞ്ഞ 2 ദിവസം മുൻപ് നമ്മളുടെ ശ്രീ ഗൗതം ബാലി സാർ, അദ്ദേഹം റൈസ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ ബാംഗ്ലൂരിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഞാൻ ആ എക്സാമ്പിൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ വീണ്ടും പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളത് തിരിച്ചറിയണം. വെസ്റ്റീജ് ബിസിനസ്സിലൂടെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ടാക്സി ഡ്രൈവറാണ്. ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തി ഇന്ന് മെഴ്സിഡസ് ബെൻസ് ആണ് ഓടിക്കുന്നത്. ഒരുപക്ഷെ ആലോചിച്ച് നോക്കൂ, വെസ്റ്റീജ് ബിസിനസ്സിലല്ലാതെ വേറെ ഏത് കോർപ്പറേറ്റ് കമ്പനിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മെഴ്സിഡസ് ബെൻസ് ഓൺ ചെയ്യാൻ പറ്റും. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. ഒരുപക്ഷെ റിലയൻസിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ മുകേഷ് അംബാനിയെ അദ്ദേഹം കാണാൻ വേണ്ടി പോയാൽ അദ്ദേഹത്തിന് സഹായിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ പോലും മുകേഷ് അംബാനിക്ക് മാക്സിമം ഈ ടാക്സി ഡ്രൈവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുന്ന എന്താ? ഒരു ടാക്സി വാങ്ങി കൊടുക്കാൻ സാധിക്കുമായിരിക്കും. അല്ലാതെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകാൻ ഒരിക്കലും സാധിക്കില്ല. ശരിയല്ലേ? അപ്പോൾ
ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരു മെഴ്സിഡസ് ബെൻസ് ഓൺ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് സ്റ്റോറീസ് നമുക്ക് ഈ ബിസിനസ്സിൽ കാണാൻ സാധിക്കും. നേരത്തെ ഷാജി സാർ പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം ചിന്തിക്കുമായിരുന്നു. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഒരു 3 വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഫാമിലിയാണ് ശ്രീമതി മിനി അനിൽകുമാർ ഫാമിലി. അവർ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ്. ഇന്ന് ആ ഫാമിലിയിൽ, അതായത് നമുക്ക് 18 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്നുള്ളൊരു സാധ്യത സംസാരിച്ചു. ഇന്ന് അവരുടെ 2 മക്കളും ഏകദേശം പ്രതിമാസം LOB വാങ്ങുന്ന രീതിയിൽ ഇന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നും പഠിക്കുകയാണ് അവർ. ഇന്ന് ഏകദേശം അവർക്കൊരു 25,000 മുതൽ 30,000 രൂപ വരെ പ്രതിമാസം വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഫാമിലീസ് ഒരുപക്ഷെ ഈ ബിസിനസ്സിലൂടെ ജീവിതം മാറി മറിഞ്ഞിട്ടുള്ള അനേകായിരം ആളുകളിൽ ഒരുപക്ഷെ നമ്മളിൽ ഓരോരുത്തരും ഇപ്പം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപക്ഷെ ഞാൻ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രം ദ ഡേ 1 നമ്മൾ പല ആളുകളും തീരുമാനം എടുക്കും, 1 day ഐ വിൽ സ്റ്റാർട്ട് ദിസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. 1 day എന്നുള്ളതാണ് പല ആളുകളും തീരുമാനം എടുക്കുക. പക്ഷെ ഞാൻ പറയും day 1 എന്നാണെന്ന് നമ്മൾ തീരുമാനം എടുക്കണം എന്നാണ് ഞാൻ ആദ്യം പറയാം. എനിക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് സുധീഷ് മാർനാട്, നമ്മളുടെ ഡബിൾ ക്രൗൺ ഡയറക്ടർ, അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുണ്ട്. ഞാനും അദ്ദേഹവും ഒരുമിച്ച് തന്നെയാണ് ബിസിനസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പ്ലാൻ കണ്ട് ഒരു 2 ദിവസം കഴിഞ്ഞ സമയത്ത് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1000 PVയിലോ മറ്റോ എത്തി നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് ഏറ്റവും ആദ്യമായിട്ട് ഈ ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം തന്നെയാണ്. ഒരുപക്ഷെ ആ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം അന്ന് എൻ്റെ അടുത്ത് ഈ ബിസിനസ് നടക്കില്ല ശ്രീദാസ് മറ്റെന്തെങ്കിലും കൂടെ നോക്കിക്കോളൂ, ഇതിനെ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്തുകൊണ്ട് അത് പറഞ്ഞു? ഓൺലി 1 റീസൺ, അദ്ദേഹം ഈ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു, പക്ഷേ ഈ ബിസിനസ് മനസ്സിലാക്കി ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. ഞാൻ എന്തുകൊണ്ട് വിജയിച്ചു? ഓൺലി 1 റീസൺ, ഞാൻ ഈ ബിസിനസ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പോയി എന്താ പറയുക ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഏത് ബിസിനസ് ആയിക്കൊള്ളട്ടെ, ഏത് മേഖല ആയിക്കൊള്ളട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിവുണ്ടാവണം. ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ അറിവ് നമുക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ പഠിച്ചുണ്ടാക്കാൻ പറ്റും. വെസ്റ്റേജിന്റെ വെബ്സൈറ്റ് നമുക്ക് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ വിന്നിംഗ് ടീം നമുക്ക് നൽകുന്ന നിരവധി CEO മീറ്റിങ്ങുകളുണ്ട്. ഇപ്പോൾ ഇത് നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. നിങ്ങളൊരു പക്ഷേ രാജ്യത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിൽ, ഒരുപക്ഷെ അതൊരു 20 കിലോമീറ്റർ മാക്സിമം ഉള്ളിൽ നിങ്ങൾക്കൊരു CEO മീറ്റിംഗ് കണ്ടെത്താൻ സാധിക്കും. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ CEO മീറ്റിംഗ് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടുന്ന് കൂടുതലായിട്ടുള്ള അറിവുകൾ കണ്ടെത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന CEP ക്ലബ്ബുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. എവറിഡേ മോർണിംഗ് നിങ്ങൾക്ക് 6 മണിക്കും 5:45 ഒക്കെ പല സമയങ്ങളിലെ പല ടൈം സ്ലോട്ടുകളായിട്ട് നമുക്ക് CEP ക്ലബ്ബുകളുണ്ട്. അതുപോലെ തന്നെ ഈവനിങ്സിൽ പല ഓൺലൈൻ മീറ്റിങ്ങുകൾ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിലും ബിസിനസ്സിനെ കുറിച്ചാണെങ്കിലും ഈ ബിസിനസ് പ്ലാനിൻ്റെ മനോഹാരിതയെ കുറിച്ചാണെങ്കിലും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അറിവുകൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് നമ്മളത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഏത് പ്രൊഫഷനിലും വിജയിക്കാൻ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിവാണ്. കഴിവുണ്ടാക്കിയെടുക്കണം, സ്കിൽസ് എന്ന് നമ്മൾ പറയും. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഇന്ന് വരെ നമ്മൾ സംസാരിച്ച രീതിയിൽ തന്നെ, ഇന്ന് വരെ ചിന്തിച്ച രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മാസം 1 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കില്ല. സോ വി ഹാവ് ടു അപ്ഗ്രേഡ്. നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ സാധിക്കണം, അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കണം. സോ എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ അപ്സ്കിൽ ചെയ്യാൻ സാധിക്കും? നമ്മൾ പഠിച്ചെടുത്ത അറിവുകൾ കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ പവർ വർദ്ധിക്കുന്നുണ്ടായിരിക്കാം. അതാണ് സെക്കൻഡ് പോയിന്റ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിലീഫ് ഉണ്ടാവണം, വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം ഒരിക്കലും നമുക്ക് അതൊരു ഇമോഷനാണ്, അല്ലേ? ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികാരമാണ് ആക്ച്വലി.
അത് മാനസികമായിട്ട് നമുക്ക് നിരന്തരമായിട്ടുള്ള കുറേ ശരികൾ മനസ്സിലാക്കുന്നതിലൂടെ നിരന്തരമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് വിശ്വാസം. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുക? ആവേശം ഉണ്ടാവുക. ഓക്കെ, ഇതിലൂടെ എനിക്ക് വിജയിക്കാൻ സാധിക്കും, ഞാൻ ഇതിലൂടെ എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യും എന്നുള്ള ഒരു ആവേശം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. ആ ആവേശമാണ് നിങ്ങൾക്ക് എനർജി നൽകുന്നത്. ആ ആവേശമാണ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് ഉയർത്തുന്നുണ്ടായിരിക്കാം. ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ട സമയത്ത് എനിക്ക് പോലും ഇത്ര ഉയരാൻ സാധിക്കുമെന്ന് എനിക്ക് അതിനുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി തുടങ്ങിയ സമയത്ത് എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതിനേക്കാളൊക്കെ എത്രയോ മുകളിലേക്ക് പോകാൻ സാധിച്ചു. നമ്മൾ പോയി വന്നിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ, വാങ്ങിയിട്ടുള്ള ഒരുപാട് വളരെ വളരെ നല്ല വാഹനങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് നിരവധി ആളുകളിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിച്ചു. ഒരുപക്ഷെ ഈ പ്ലാൻ കണ്ട സമയത്ത് എനിക്കിത് മുഴുവൻ പറഞ്ഞാൽ ഒരുപക്ഷെ ശ്രീദാസിന് അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇതെല്ലാം നടന്നിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ ഓപ്പർച്യൂണിറ്റിയെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി ഇതിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. നമുക്കൊരു തിരിച്ചുപോക്ക് നടത്താം. എന്തുകൊണ്ട് എന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി എൻ്റെ അടുത്ത് ഈ ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് വിജയിച്ചു? ഓൺലി വൺ റീസൺ: ഫങ്ഷൻസ്. പ്രോഗ്രാമുകളാണ് നമ്മളുടെ ഈ ബിസിനസ്സിന്റെ ബ്ലഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ അറിവ്, കഴിവ്, വിശ്വാസം, ആവേശം, ഇതെല്ലാം കൂടി ഒരുമിച്ച് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമുകളാണ്. പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ CEP ക്ലബ്ബുകളുണ്ട്, CEO മീറ്റിങ്ങുകളുണ്ട്, പേസ് മീറ്റിങ്ങുകളുണ്ട്, ഇങ്ങനെ നിരവധി മീറ്റിങ്ങുകളുണ്ട്. നമ്മളൊരു CEO മീറ്റിംഗ് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാക്സിമം എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എനിക്കൊരു നല്ല പ്ലാൻ പ്രസൻറ്റർ ആയിട്ട് മാറണം എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ നമ്മൾ ഷാജി സാറിൻ്റെ പ്ലാൻ കേട്ട സമയത്ത് ഒരുപാട് ആളുകൾ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും, എനിക്കും ഇതുപോലെ ഒന്ന് സംസാരിക്കണം, എനിക്കും ഇതുപോലെ പ്രസൻറ്റർ ആയിട്ട് മാറണം എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ CEP ക്ലബ്ബ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പേസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ചില പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനോ അത്തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കുക. നമ്മളൊരു പക്ഷേ നമ്മളുടെ അൾട്രാ സ്ക്രബ് എങ്ങനെ ഉപയോഗിക്കാം, അൾട്രാ സ്ക്രബിനോട് നമുക്കൊരു താല്പര്യം കൂടുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പേസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുക. പക്ഷേ വെസ്റ്റീജ് ബിസിനസ്സിലൂടെ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന മിനിമം ഒരു ക്രൗൺ ഡയറക്ടറായിട്ട് മാറണമെന്ന് ഡിസിഷൻ എടുക്കണമെങ്കിൽ വി ഹാവ് ടു അറ്റൻഡ് ബിഗ് ഫങ്ഷൻസ്. ബിഗ് ഫങ്ഷൻസ് എന്ന് പറയണമെങ്കിൽ ബിഗ് എനർജിയാണ്. നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ബിഗ് എനർജി, പവർഫുൾ എനർജി, ബിഗ് എക്സൈറ്റ്മെന്റ്. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോകണം നമ്മൾ. എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഏതാണ്? ബിഗ് ഇവന്റ്സ് ആണ്. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവരും ഇന്ന് കേരളത്തിലുള്ള എല്ലാ ലീഡർഷിപ്പും വളരെ എക്സൈറ്റഡ് ആണ്. വൈ? ബിക്കോസ് നമ്മളുടെ കേരളത്തിൽ ആദ്യമായിട്ട് വിന്നിംഗ് ടീമിന്റെ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആയിട്ടുള്ള ഫാമിലി റീയൂണിയൻ നടക്കാൻ പോകുന്നു. ഫാമിലി റീയൂണിയൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കാം. ചോദ്യം, ഫാമിലി റീയൂണിയൻ അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ എങ്ങനെയാണ് മാസം 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്താൻ പോകുന്നത്? ഫാമിലി റീയൂണിയൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത വിത്തിൻ 1 ഇയർ, നിങ്ങൾ അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻകത്തിലേക്ക് വളരെ സീരിയസ് ആണെങ്കിൽ ദർ ഈസ് നോ അതർ ഓപ്ഷൻ. നിങ്ങൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന മീറ്റിങ്ങുകൾ എന്താണ് എന്ന് പോലും എൻ്റെ അടുത്ത് പറയേണ്ട. ജസ്റ്റ് ഫോക്കസ് ഓൺ ഫാമിലി റീയൂണിയൻ. ഫാമിലി റീയൂണിയൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 ദിവസമാണ് നമുക്ക് ഇവന്റ് നടക്കുന്നത്. പല ആളുകൾക്കും പല തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷെ ഞാൻ 3 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്രോക്സിമേറ്റ്ലി നമുക്കറിയാം ഏകദേശം ഒരു 5000 റുപ്പീസിലധികമാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അതതിൻ്റെ വിലയാണ്. ആ പ്രോഗ്രാമിൻ്റെ വാല്യൂ അതല്ല. വില നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ഒരു കാര്യവും തീരുമാനം എടുക്കരുത്. വാല്യൂ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാമിൻ്റെ വാല്യൂ എന്താണ്? ആ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ അടുത്തൊരു വർഷത്തിനുള്ളിൽ മിനിമം ഒരു ഫ്രഷ് ആയിട്ടുള്ള നല്ല നറുമണമുള്ള ഒരു കാറ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും.
അടുത്തൊരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് പറക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സ്വപ്നങ്ങളെല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യാൻ, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വീട് വെക്കുക എന്നൊക്കെ പറയുന്നത് ബേസിക്കലി വെസ്റ്റേജ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ചെറിയ സ്വപ്നം മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കും. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്ന സമയത്ത് എനിക്കൊരു മകനാണ് ആദിദേവ്. ഞാനും ശരണ്യയും ഒരുമിച്ചാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി ഈ ബിസിനസ്സിൻ്റെ പ്ലാനൊക്കെ കണ്ട സമയത്ത് ഏറ്റവും ആദ്യം നമ്മളുടെ അപ്ലൈൻ നമ്മളെ അടുത്ത് ആവശ്യപ്പെട്ടത് യു ഹാവ് ടു റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തി ചോദിച്ചു, ശ്രീദാസ്, വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിന്റെ ഡ്രീം? ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ആരും ചോദിച്ചിട്ടില്ല അത്. ഒരു പക്ഷെ ഞാൻ അന്ന് തമാശയായിട്ടാണെങ്കിൽ പോലും എഴുതി വെച്ചിട്ടുള്ള 100-ലധികം സ്വപ്നങ്ങൾ ഓൾമോസ്റ്റ് 80% ഇന്ന് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു. അതിലൊന്നായിരുന്നു മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. ഇന്ന് ഒരു മാസം ഏകദേശം 20,000+ ആണ് ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല അഡീഷണൽ സ്കില്ലുകൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ അടുത്ത് മോൻ വന്ന് എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആകണം, എനിക്ക് ഫുട്ബോൾ കോച്ചിങ്ങിന് പോകണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് വെറുതെ തട്ടി ഒരു പണിയുമില്ലാതെ ഒരു 10-11 ആളുകൾ ഒരു പന്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒരു ഗെയിം എന്ന് മാത്രമാണ് എനിക്ക് ഫുട്ബോൾ ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ മോനെ സംബന്ധിച്ച് അതല്ലായിരുന്നു. അവനത് ഒരു കരിയറായിരുന്നു, അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അംബീഷനായിരുന്നു. സോ അതിനുവേണ്ടി ഒരു കോച്ചിങ്ങിന് വിടണമെങ്കിൽ, നല്ല രീതിയിലൊരു കോച്ചിങ്ങിന് പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള എമൗണ്ട് ചെലവാകും എന്നുള്ളൊരു തിരിച്ചറിവ് വന്ന സമയത്ത് ഇന്ന് ഏകദേശം ഒരു വർഷത്തെ എമൗണ്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2.5 lakhs ആണ് ഒരു മാസം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ ബിസിനസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്താണ് ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് പറയുമായിരുന്നേനെ. പലപ്പോഴും മാതാപിതാക്കളായുള്ള പല ആളുകളും നമ്മളുടെ മക്കളുടെ പല സ്വപ്നങ്ങളുടെ മുന്നിലും നമ്മൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ടി വരാറുണ്ട്. നമ്മൾ അവരുടെ മുന്നിൽ എക്സ്പ്ലനേഷൻസ് നിരത്തും. മോനെ, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇങ്ങനെയൊന്നും നമുക്ക് ആകണ്ട. ആക്ച്വലി നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്? നമ്മുടെ മക്കളുടെ സ്വപ്നങ്ങളുടെ മുന്നിൽ നമ്മളുടെ കഴിവുകേട് കൊണ്ടല്ലേ ആക്ച്വലി? ശരിക്കും ആലോചിച്ച് നോക്കൂ. സോ വി ഹാവ് ടു തിങ്ക് ബിഗ്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ വെസ്റ്റീജ് മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്പെഷ്യൽ എമൗണ്ട് ഒന്നും തരുന്നില്ല. പക്ഷെ നമുക്ക് ഇതിലൂടെ കിട്ടുന്ന ഫിനാൻഷ്യൽ ഫ്രീഡത്തിലൂടെ ഇതിനപ്പുറത്ത് എന്തും നടത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാരണമായിട്ട് തീരും. ഇതെല്ലാം നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങൾ എടുക്കുന്ന ഒറ്റ ഡിസിഷനിലാണ്. നിങ്ങൾക്കൊരു 3 ദിവസം മാറ്റിവെക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആ 3 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അടുപ്പ് പുകയില്ലേ? പല ആളുകളും പറയുന്ന ഒരു റീസണാണ്, ഞാൻ വീട്ടിൽ നിന്ന് പോയാൽ എന്താണ് എൻ്റെ വീട്ടിൽ നടക്കുക? മക്കൾക്ക് എഡ്യൂക്കേഷൻ എക്സാമാണ്. നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ 3 ദിവസം എന്ത് ചെയ്യും? നിങ്ങൾ ഹോസ്പിറ്റലിലായിരിക്കും. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഹോസ്പിറ്റൽ എമർജൻസി വന്നാൽ നിങ്ങൾ അവിടെയല്ലേ ഉണ്ടാകുക. ആ സമയത്ത് മക്കളുടെ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമേ ആകില്ല. അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുക. ഞാൻ പറഞ്ഞു 6000 രൂപ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വില 6000 രൂപയാണോ? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ടെസ്റ്റ്, ചെറിയൊരു ചെസ്റ്റ് പെയിനായിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്കൊരു ചെസ്റ്റ് പെയിനായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന എന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് MRIക്ക് 10,000 രൂപ മുടക്കണം. അയ്യോ, 10,000 രൂപ മുടക്കി നമ്മൾ അതറിയണം എന്നില്ല ഡോക്ടറെ എന്ന് പറയുമോ? അതോ 10,000 രൂപയാണെങ്കിലും പോകട്ടെ, നമുക്ക് നമ്മുടെ ശരീരം നമ്മൾ ഓക്കെ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ആ സമയത്ത് ആവശ്യമാണ് അല്ലേ? പൈസ നോക്കാതെ നമ്മൾ ആ സമയത്ത് ഡിസിഷൻ എടുക്കും. അതും ചെക്ക് ചെയ്തേക്കാം. എന്തുകൊണ്ടാണ് പല ആളുകൾക്കും 6000 രൂപ അധികമായിട്ട് തോന്നുന്നത്? നിങ്ങൾ ഈ ബിസിനസ്സിന് നിങ്ങളുടെ ജീവന്റെ വില കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുക. ജീവിതം, നമുക്ക് മരണം ഒന്നേ ഉള്ളൂ. ജീവിതം എല്ലാ ദിവസവും ഉണ്ടാകും വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച്. സാധാരണക്കാരായിട്ടുള്ള പലപ്പോഴും പല ആളുകളും പറയുന്നൊരു കാര്യമാണ്, ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലേ?
പക്ഷേ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും ലൈഫുണ്ട്, എല്ലാ ദിവസവും ജീവിതമുണ്ട്. പലപ്പോഴും നമ്മൾ ഉപജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിനെ അല്ലെങ്കിൽ ലൈഫിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യാണ് മിക്കവാറും ആളുകൾ ചെയ്യാറുള്ളത്. ശരിയല്ലേ? ഉപജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ മക്കളുടെ നല്ല നിമിഷങ്ങൾ പലതും നമ്മൾ ത്യജിക്കുന്നു. നമ്മുടെ ഫാമിലിയോടൊപ്പം ആവശ്യമായിട്ടുള്ള സമയത്ത് ഇപ്പോൾ എത്രയോ ആളുകൾ എബ്രോഡൊക്കെ പോയി കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ ടെൻഷൻ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കാണ്. ശരിയല്ലേ? അവിടെയൊക്കെ അത്രമാത്രം കഷ്ടപ്പെട്ട് അത്രമാത്രം ബുദ്ധിമുട്ടി നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മൾ നമ്മളുടെ ലൈഫിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ലിവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത്. ലിവിങ് എന്ന് പറഞ്ഞാൽ ഉപജീവനം. ശരിയല്ലേ? അപ്പോൾ 100% ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരവസരമാണെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നത്? ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. പ്രത്യേകിച്ച് നിങ്ങളെ ഈ ബിസിനസ്സിൽ ഒരാൾ നിങ്ങളെ നിർബന്ധിക്കില്ല. കാര്യം ഇതൊരു ആളെ ചേർത്ത് ഒരു തല എണ്ണി പൈസ കൊടുക്കുന്നൊരു സ്കീമല്ല അത്. നിങ്ങളുടെ അപ്ലൈൻ നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രമാണ്, ഒരു മസ്റ്റ് അല്ല, മാൻഡേറ്ററി അല്ല. നിങ്ങളെ ഈ ബിസിനസ് പ്ലാനിലേക്ക് കൊണ്ടുവന്ന വ്യക്തിക്ക് നിങ്ങളൊരു ഓപ്ഷൻ മാത്രമാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അടുത്ത ലെവലിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാക്കി തരണം. സാധാരണ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ബിസിനസ് പ്ലാൻ പോലും സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു വ്യക്തിയെ വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ്. വിൻ വിൻ. സാധാരണ എല്ലാ മേഖലകളിലും നമ്മൾ ഒരാളെ വിജയിപ്പിക്കാനല്ല, പരാജയപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. പക്ഷേ ഇവിടെ വിൻ വിൻ. നിങ്ങളെ വിജയിപ്പിക്കാൻ, നിങ്ങളുടെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലീഡർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസർ റെഡിയാണ്. അദ്ദേഹം ഒരു വിന്നിങ് ടീമിൻ്റെ സെർവറാണ്. അദ്ദേഹം നൽകുന്ന ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ 100% ഹൃദയത്തിലേറ്റി നിങ്ങൾ ആഗിരണം ചെയ്യുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ, ഹൃദയം തുറന്ന് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, മാർക്ക് മൈ വേർഡ്സ്, വിത്തിൻ 1 ഇയർ നിങ്ങളുടെ ജീവിതം മാറുന്നുണ്ടായിരിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ, നാഴികക്കല്ല് നിങ്ങൾ FRUവിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. FRU ഫാമിലി റിയൂണിയൻ അറ്റൻഡ് ചെയ്യാതെ ഇതെല്ലാം സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഗൗതം ബാലി അല്ലെങ്കിൽ ശ്രീ SP ഭാരിൽ, നമ്മളെ ചീഫ് മെൻറ്റർ, അദ്ദേഹത്തിന് പോലും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിത്തരാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഞാൻ പറഞ്ഞൊരു ഫാക്ടറി, ആ ഫാക്ടറിയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, ക്രൗൺ ഫാക്ടറിയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, അടുത്തൊരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം എന്തായാലും മാറി മറിയുന്നുണ്ടായിരിക്കും. സോ എല്ലാവർക്കും ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഈ ബിസിനസ് നിങ്ങൾക്കൊരു അവസരമാണെന്ന് ഓർക്കുക. അവസരം എപ്പോഴും മുന്നിൽ വരില്ല. ഈ അവസരം മുറുകെ പിടിക്കാൻ, ഗ്രാബ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുക. ഗ്രാബ് വിത്ത് യുവർ ഹാർട്ട്. ഹൃദയം കൊണ്ട് അതിനെ ഗ്രാബ് ചെയ്യുക. നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് വളരെ വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്ന നമ്മുടെ ശ്രീദാസ് സാറിന് നമുക്ക് ചാറ്റ് ബോക്സ് നിറയുന്നുണ്ട്. ചാറ്റ് ബോക്സിലൂടെ നമുക്ക് താങ്ക്സ് അറിയിക്കാം. സോ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഈ ബിസിനസ്സിൽ എത്തിപ്പെട്ടു എന്നുള്ളതിലല്ല കാര്യം. ഈ ബിസിനസ്സിലൂടെ നമുക്ക് വിജയങ്ങൾ കൈവരിക്കാൻ എന്നാണ് ചെയ്യേണ്ടത്. അത് സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫങ്ഷൻസിലൂടെയാണ് നമ്മൾക്കിതിലെ നമ്മുടെ സ്വപ്നങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത്, സാക്ഷാത്കരിക്കാൻ പറ്റുന്നത്. സോ സാർ പറയുന്നുണ്ടായിരുന്നു, ഈ വരുന്ന FRU ഫാമിലി റിയൂണിയൻ അത് ഒരാളും മിസ്സാകരുത്. കാരണം മിസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ലൈഫിലെ വലിയൊരു ഭാഗമായിരിക്കും. സോ എല്ലാവരും റെഡി ആവുക. ഈ വരുന്ന 28, 29, 30 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന FRUവിനെ എല്ലാവരും റെഡി ആയിട്ട് നമുക്ക് FRUവിൽ കാണാം. ഓക്കെ, നമ്മുടെ സമയം ആയിരിക്കുന്നു കറക്റ്റ്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം, ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം തന്ന വിന്നിംഗ് ടീമിൻ്റെ എല്ലാ ലീഡേഴ്സിനോടും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. താങ്ക് യു. വിഷ് യു വെൽത്ത്. ഗുഡ് നൈറ്റ്.